മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നൂറയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ആദിലയും അനുമോളും. കാരണം വേറൊന്നുമല്ല, ഇന്ന് നോമിനേഷൻ ഡേ ആയതുകൊണ്ട് തന്നെ നോമിനേഷനെ കുറിച്ചുള്ള സംസാരത്തിനിടയിലാണ് നൂറയുടെ സംസാരം ഇഷ്ടപ്പെടാതെ ആദിലയും അനുമോളും ദേഷ്യപ്പെടുന്നത്. നൂറ പറയുന്നത് നമ്മൾ 3 പേരും എന്ത് ചെയ്താലും നോമിനേഷനിൽ ഉണ്ടാവും, ഇവരെല്ലാം പ്ലാൻ ചെയ്താണ് നോമിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആദില ചോദിക്കുന്നു, ഇന്ന് ഓപ്പൺ നോമിനേഷൻ ആയിരിക്കുമോ? ഓപ്പൺ നോമിനേഷൻ ആണെങ്കിൽ കൗണ്ട് അനുസരിച്ച് ഇവർ ഓരോരുത്തരെയും വലിച്ചിടും, ക്ലോസ്ഡ് ആണെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ തന്നെ അനുമോള് പറയുന്നത്, എൻ്റെ മനസ്സിൽ 2 പേരുണ്ട്, ഞാൻ അതേ പറയൂ, അല്ലാതെ വെറുതെ ഒന്നും ഒരാളെ വലിച്ചിടാൻ എനിക്ക് പറ്റില്ല. അയാൾക്കിപ്പോൾ 1 വോട്ടേ ഉള്ളൂ എങ്കിലും ഞാൻ അയാളെ തന്നെ പറയും. അപ്പോഴാണ് നൂറ പറയുന്നത്, എനിക്ക് ഇവിടെ ഇപ്പോൾ ഉള്ള പ്ലെയേഴ്സിൽ നിന്നും ആരെയും ഒരു റീസണും കിട്ടിയില്ല. ഇവിടെ എല്ലാവരും നന്നായി ഗെയിം കളിക്കുന്നുണ്ട്. അവസാനം പിന്നെ 2 പേരുടെ പേര് പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. നൂറയുടെ ഈ സംസാരമാണ് ആദിലയ്ക്കും അനുമോൾക്കും ഇഷ്ടപ്പെടാതിരുന്നത്. ആദില അപ്പോൾ തന്നെ ചൂടായി നൂറയോട് പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് എല്ലാവരോടുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. എങ്കിൽ മോളൊരു കാര്യം ചെയ്യ്, നോമിനേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങ് മാറിയിരിക്കുക. റീസൺസ് ഉണ്ട് ബേബി. നൂറയുടെ സംസാരം അനുമോൾക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അനുമോളും ചോദിക്കുന്നുണ്ട്, നീ ഇവിടെയൊന്നും അല്ലേ ജീവിക്കുന്നത്? ഇന്നലെ നീ പറഞ്ഞു ഒരാളുണ്ടെന്ന്, ഇപ്പോൾ പറയുന്നു നോമിനേറ്റ് ചെയ്യാൻ ആരുമില്ലെന്ന്. എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്നത്? എന്ത് ക്യാരക്ടറാണ് നിൻ്റെ എന്നൊക്കെ അനുമോളും ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. ഉടനെ നൂറ പറയുന്നത്, ഒരാൾ എൻ്റെ മനസ്സിലുണ്ട്, ബാക്കി ആരെയും എനിക്ക് കിട്ടുന്നില്ല. നൂറ വീണ്ടും ആ ഒരു ടോണിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ആദിലയ്ക്കും അനുമോൾക്കും ദേഷ്യം വരുന്നുണ്ട്. ആദില ചോദിക്കുന്നുണ്ട്, ഇവിടെ എല്ലാം നല്ല ആൾക്കാരാ, നോമിനേറ്റ് ചെയ്യാനൊക്കെ റീസൺസ് ഉണ്ട്, നീ ആലോചിച്ചും കണ്ടും വർത്തമാനം പറ, ഇത് വീടല്ല എന്നും നൂറയോട് ഒരു താക്കീത് ആദില കൊടുക്കുന്നുണ്ട്. അവസാനം നൂറ പറയുന്നത്, ഓപ്പൺ നോമിനേഷൻ ആണെങ്കിൽ ഞാൻ അവസാനമേ പോകൂ, എന്തായാലും എല്ലാവരും കൗണ്ട് അനുസരിച്ച് നോമിനേറ്റ് ചെയ്യാനിരിക്കുക, ഞാനും അങ്ങനെ തന്നെ ചെയ്യും. അതായത് അവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും 1 വോട്ടേ ഉള്ളൂ എങ്കിൽ ആ വ്യക്തിയുടെ പേരായിരിക്കും നൂറ പറയുന്നത്. നൂറയുടെ വോട്ടും കൂടി ലഭിക്കുമ്പോൾ 2 വോട്ടുകളോട് കൂടി ആ വ്യക്തിയും നോമിനേഷനിൽ വരും. മാക്സിമം എല്ലാവരെയും നോമിനേഷനിൽ പിടിച്ചിടാനായിരിക്കും എല്ലാവരും ശ്രമിക്കുന്നത്. നൂറ ആ രീതിക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ നോമിനേഷന് വേണ്ടി കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.